കള്ളക്കേസിലാണ് ദിലീപേട്ടൻ 85 ദിവസം ജയിലിൽ കിടന്നത്. അതായത് ശ്രീ ദിലീപ് എന്ന് പറയുന്ന മലയാള സിനിമ ഇൻഡസ്ട്രി റൂൾ ചെയ്തിരുന്ന സൂപ്പർ സ്റ്റാറുകൾക്ക് ശേഷം ഇത്രയും സ്ഥാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തി, കോടീശ്വരനായ മനുഷ്യനെ 85 ദിവസം കള്ളക്കേസിൽ ജയിലിൽ കിടത്താമെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ എന്ത് ഈസി ടാർഗറ്റ്സ് ആയിരിക്കും. അപ്പോൾ ആർക്കെതിരെയും, ഇത് ശ്രീ ദിലീപ് മാത്രമല്ല, ഉമ്മൻചാണ്ടി സാർ എന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രിയാണ്. നമുക്ക് എല്ലാം അറിയാമായിരുന്നു ഉമ്മൻചാണ്ടി സാറിനെതിരെ പറയുന്ന കള്ളമാണ്. പക്ഷേ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ ആ സ്ത്രീക്കെതിരെ? ഇനി നമ്മുടെ നിവിൻ പോളിയുടെ കാര്യം. നിവിൻ പോളി കൊച്ചിയിലായിരുന്നു, ദുബായിൽ വെച്ച് റേപ്പ് ചെയ്തു എന്നൊരു സ്ത്രീ പറഞ്ഞു. ഇപ്പൊ ഇത് കള്ളമാണല്ലോ, ഡിജിറ്റലി റേപ്പ് ചെയ്യാനുള്ള ടെക്നോളജി തൽക്കാലം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത് കള്ളമാണ്. നിവിൻ പോളിക്കെതിരെ ആ സ്ത്രീ DGPക്ക് പരാതി കൊടുത്തു. എന്തെങ്കിലും ആക്ഷൻ എടുത്തു? അതെന്താ ഇല്ലാത്ത? ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ ചോദിക്കേണ്ട ബേസിക് ക്വസ്റ്റ്യൻസ് അല്ലേ? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് മെൻസ് കമ്മീഷൻ വരുന്നത്. അങ്ങനെയാണ് പുരുഷന്മാർക്കെതിരെയുള്ള ഇത്തരം വ്യാജ പരാതികൾക്കൊരു അറുതി വരുന്നത്. എത്രയോ പേരുടെ ജീവിതം, ശ്രീ നിവിൻ പോളി, ശ്രീ ദിലീപ്, ശ്രീ ഒമർ ലുലു, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ, അങ്ങനെ എത്രയോ പേരുടെ ജീവിതം ഈ വ്യാജ പരാതികൾ കൊണ്ട് താളം തെറ്റി. ശ്രീ സിദ്ദിഖ് എത്ര ലക്ഷക്കണക്കിന് രൂപ പേർക്ക് ചിലവായി. ശ്രീ ഇടവേള ബാബു,